ഇനി ഞാൻ വന്നിരിക്കുന്നത് പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. പഴംപൊരി തയ്യാറാക്കാനായിട്ട് ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴുത്ത പഴം നോക്കി വേണം എടുക്കാൻ. ഇനി ഇതിന്റെ തൊലി കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പഴം 3 ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് കലക്കിയെടുക്കാം. അതിനായിട്ട് ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഴംപൊരിക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് എള്ള് ചേർക്കാം. കറുത്ത എള്ളാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കലക്കിയെടുക്കാം. കട്ട കെട്ടാതെ കലക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർക്കാം. ഈ പഴംപൊരിക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കട്ടയില്ലാതെ നല്ലോണം ഒന്ന് കലക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ സ്വല്പം സോഡാപ്പൊടിയും കൂടെ ചേർക്കാം. 1 നുള്ളു സോഡാപ്പൊടി ചേർത്താൽ മതിയാകും. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി തയ്യാറാക്കി എടുക്കാം, വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഓരോ പഴവ് ഈ മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ച് മറിച്ചു വിട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പഴം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ഇത് ഗോതമ്പ് പൊടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് ആരും പറയത്തില്ല. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.